സോ ഹലോ ഗൈസ്, അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നതെന്ന് പറയുമ്പോൾ ആ ഒരു ടെലിഗ്രാം ബോട്ടിൻ്റെ കാര്യമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ മുമ്പ് യൂട്യൂബ് ചാനൽ കണ്ട പോലെ ഇതെങ്ങനെ നമുക്ക് എടുക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് എന്താ സംഭവം ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ മോഡ് സ്റ്റോർ എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര്. അപ്പോൾ ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഒരു ആപ്പ് നിങ്ങളിപ്പം ആരെയാണോ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെന്ന് അയാൾക്ക് അയച്ചു കൊടുക്കാം. പിന്നെ ഞാൻ പറയുന്നു, ഇത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാനോ എൻ്റെ ചാനലോ ഉത്തരവാദിയായിരിക്കുന്നതല്ല. നിങ്ങൾ നിങ്ങളുടെ ഓൺ റെസ്പോൺസിബിലിറ്റിയിൽ മാത്രം ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനായിട്ട് ഇത് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് ഓപ്പൺ ആക്കേണ്ട ഇവിടെ നെക്സ്റ്റ് എന്ന് കാണിക്കും. അപ്പോൾ ഇവിടെ എഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അത് കഴിഞ്ഞ് ഇവിടെ കാണാം കുറച്ച് പെർമിഷൻ ചോദിക്കും. അതെല്ലാം അലോ ചെയ്തിട്ടുണ്ടെങ്കിൽ നോർമൽ ആപ്പിൻ്റെ ഓണക്കാനാണ്. അപ്പോൾ ഇത് നമ്മൾ അലോ ചെയ്തു കയറുന്നുണ്ട്. കയറി കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് കണ്ടാൽ നമ്മുടെ ഒരു മോഡ് ആപ്ലിക്കേഷൻ കിട്ടുന്ന ഓണക്കൊരു സാധനമാണ്. അപ്പോൾ തന്നെ നമ്മുടെ ടെലിഗ്രാമിൽ നോട്ടിഫിക്കേഷൻ അടിച്ചിട്ടുണ്ട്, അതായത് ഒരു ടാർഗറ്റ് കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തന്നെ ഈ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടൊരു കോളുണ്ട്. ഇതൊരു ബോട്ടാണ്. ഈ ഒരു സ്റ്റാറ്റസിൽ കണ്ട 1 ഓൺലൈൻ ക്ലയൻറ്റ്, അതായത് നമ്മൾ ഒരാൾ ഓൺലൈനിലുണ്ട് എന്നാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നടക്കില്ല. ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് റൺ ആയാൽ മാത്രമേ ഇതെല്ലാം ചെയ്യാൻ നോക്കൂ. ഓക്കെ, അപ്പം ആക്ഷൻ കൊടുക്കുക. ആക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ട അപ്പോൾ ഇത്രയും സാധനം വരും. അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഞാൻ കാണിച്ചാൽ ഇപ്പോൾ ഇതിൽ കണ്ട ഓൾ കോൺടാക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓൾ കോൺടാക്റ്റ് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഇപ്പം നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉണ്ട്, നിങ്ങൾക്ക് വേണ്ടി കാണാൻ കഴിയും. ഓക്കെ, എന്താണ് കണക്റ്റിംഗ് എന്ന് പറഞ്ഞ് കാണിച്ച് ഇപ്പോൾ ഓൾ കോൺടാക്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് വരും. അല്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാറ്റസ് കൊടുക്കാം. എനിക്ക് വന്നിട്ടുണ്ട് ആക്ഷൻ ഓൾ കോൺടാക്റ്റ്. അപ്പോൾ ഇത് വരും, ഇപ്പോൾ വരും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കണ്ടോ എൻ്റെ ഫോണിലെ എല്ലാ കോൺടാക്റ്റ് ഇതിലുണ്ട്. അതുപോലെ കോൾ ലോഗ് ഉണ്ട്. പിന്നെ അതുപോലെ നമുക്കിപ്പോൾ ഇനി വരുന്ന കറണ്ടായിട്ട് വരുന്ന SMS ഒക്കെ നമുക്ക് വേണം റിസീവ് ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് വാട്സപ്പിൽ OTP ഒക്കെ അയച്ചിട്ട് ഇതിൽ വന്നിട്ട് നോക്കാമെന്നുണ്ടെങ്കിൽ കിട്ടും. ഗൈസ്, ഞാൻ ഇതൊന്നും നിങ്ങളെ ഇല്ലീഗലായിട്ടൊന്നും പ്രൊമോട്ട് ചെയ്യുന്നതല്ല. ജസ്റ്റ് ഞാൻ എഡ്യൂക്കേഷൻ പർപ്പസിനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയത്തുകൊണ്ടോ ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. നിങ്ങളിത് വെച്ച് എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഞാനോ എൻ്റെ ചാനലോ ഉത്തരവാദിയായിരിക്കുന്നതല്ല, ഞാൻ ഇപ്പോഴും പറയുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളിത് കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് സെറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോണേ. അപ്പോൾ ആദ്യം തന്നെ അതിനൊരു ഫയലുണ്ട്. അപ്പോൾ ആ ഒരു ഫയലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സാധനം. അപ്പോൾ ഇതൊന്ന് നമ്മൾ അപ്പുറത്തോട്ടൊന്ന് എക്സ്ട്രാക്ട് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നതെന്നുള്ളൂ. ഫയലൊന്ന് എക്സ്ട്രാക്ട് ചെയ്യുക. നിങ്ങളൊന്ന് ജസ്റ്റ് മാറ്റി വെച്ചാൽ മതി, അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത് MD വെച്ചിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ഒത്തില്ലെങ്കിൽ ZRCR വെച്ചിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. എക്സ്ട്രാക്ട് ചെയ്ത ഉടനെ മാറ്റി വെക്കുക. ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഫയർഫോക്സ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ കിട്ടും. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ജസ്റ്റ് ഫയർഫോക്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, കാണിച്ചു തരാം. ഫയർഫോക്സ് ജസ്റ്റ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സാധനം. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പോൾ ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കാണിച്ചാൽ അപ്പോൾ ഇങ്ങനെ വരും. നിങ്ങളിവിടെ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് glitch.com എന്ന് സെർച്ച് ചെയ്യുക. glitch.com. ഓക്കെ, ഇങ്ങനെ സെർച്ച് ചെയ്യുക. എന്നിട്ട് സെർച്ച് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ഇതാവും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സാധനം ആയിക്കൊണ്ടിരിക്കണതാണ്. അപ്പോൾ ഇത് വരാൻ കുറച്ച് ഡിലേ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് വീഡിയോസ് കട്ട് ചെയ്യണുണ്ട്. ഓക്കെ, വേണ്ട, കട്ട് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഇങ്ങനെ വരുമ്പോൾ അപ്പോൾ നിങ്ങളിവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഹലോ നോഡെന്നും പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. കണ്ടോ. അപ്പോൾ ഗൈസ്, ഇത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ ആപ്പ് കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആപ്പ് ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് കാണിച്ചു തരാം. ഹലോ നോഡ്. ഓക്കെ, ഇതാണ് സാധനം. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഹലോ നോഡ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ഇങ്ങനെ പോവും. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ താഴത്തായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഒരു 3 ഡോട്ട് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് കാണും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഡെസ്ക്ടോപ്പ് സൈറ്റ് ഓപ്പണായി വരും. ജസ്റ്റ് ചെറിയൊരു ഡിലേ വരും, അത് നിങ്ങൾ കാര്യമാക്കണ്ട. ഓക്കെ, അപ്പം ഈ ഒരു സാധനം ജസ്റ്റ് ഒന്ന് ലോഡായി വരട്ടെ. അപ്പോൾ ഗൈസ്, ഇത് ഓപ്പണായി വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത് ഓപ്പണായി വരുന്ന ടൈം കൊണ്ട് നമുക്ക് ജസ്റ്റ് ടെലിഗ്രാം ഒന്ന് ഓപ്പൺ ആക്കാം. ടെലിഗ്രാം ഓപ്പൺ ആക്കിയ ശേഷം നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ സെർച്ച് ബാറിൻ്റെ അവിടെ, ഈ മേളത്തെ സെർച്ച് ബാറിൻ്റെ അവിടെ പോയ ശേഷം ജസ്റ്റ് അവിടെ ബോട്ട് ഫാദറിനെ സെർച്ച് ചെയ്യുക. ബോട്ട് ഫാദർ. ഓക്കെ, ഇങ്ങനെ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ID വരും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതാണ് ബോട്ട് ഫാദറിൻ്റെ ID. ഓക്കെ, ഇതല്ല, ഒരു വെരിഫൈഡ് ID ആണ് ബോട്ട് ഫാദറിൻ്റെ വരേണ്ടത്. ഇത് ബോട്ട് ഫാദറിൻ്റെ ചാനലാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം. ബോട്ട് ഫാദർ എന്ന് പറഞ്ഞാൽ ബോട്ട് ഫാദർ ഒരുമിച്ച് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, ജസ്റ്റ് ഇതിന് താഴെ തന്നെ ബോട്ട് ഫാദറിൻ്റെ ID ഞാൻ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ അതിൽ ഞെക്കിയാൽ മതി. അപ്പോൾ ഇതാണ് ബോട്ട് ഫാദറിൻ്റെ ID. ഈ ഒരു വെരിഫൈഡ് ടിക്ക് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് ബോട്ട് ഫാദർ. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക.
ശേഷം അവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഇവിടെ സ്റ്റാർട്ടെന്നും പറഞ്ഞായിരിക്കും ഇതിപ്പോൾ ഞാൻ നേരത്തെ കുറേ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ്. അപ്പോൾ സ്റ്റാർട്ടെന്നായിരിക്കും. അപ്പോൾ സ്റ്റാർട്ട് കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ താഴത്ത് ഇങ്ങനെ മെനുവിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഇതുണ്ട് കണ്ടോ ഇത്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ന്യൂ ബോട്ടെന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ന്യൂ ബോട്ടിനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ പേരാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാനിപ്പം നമ്മുടെ ബോട്ടിൻ്റെ പേര് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. എബ്രാം മോഡെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഒരു ബോട്ടിൻ്റെ പേര് ഇത് നമ്മുടെ പേരാണ്. ഇനി ഐ ഡി ആണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നമ്മളത് ചെറിയ അക്ഷരത്തിൽ വേണം കൊടുക്കാൻ. ഓക്കെ, എബ്രാം മോഡ് ബോട്ട് ഇങ്ങനെ ലാസ്റ്റ് ഈ ബോട്ടെന്നും കൂടെ വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ബോട്ടിൻ്റെ യൂസർ നെയിം കറക്റ്റാണ്. അപ്പോൾ യൂസർ നെയിം കറക്റ്റ് അല്ലെങ്കിൽ ഇത് വേറെ ആരെങ്കിലും ടേക്കൺ ചെയ്തിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ നമ്മൾ ആ യൂസർ നെയിം ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. എന്തുമല്ല ലാസ്റ്റ് _ ബോട്ട് വരണം. ഓക്കെ, അത് കഴിഞ്ഞ് ശേഷം ഇവിടെ ഇങ്ങനെ കണ്ട യൂസ് ദിസ് ടു ആക്സസ് ദ HTTPI API എന്ന് പറഞ്ഞിട്ടൊരു സാധനം കണ്ട. അപ്പോൾ ഈ ഒരു ടോക്കൺ ജസ്റ്റ് ഇതിലൊന്ന് ലോങ് പ്രസ് ചെയ്താൽ മതി. ഓക്കെ, ഇതിലൊന്ന് ലോങ് പ്രസ് ചെയ്യാന്നുണ്ടെങ്കിൽ കോപ്പി ആവും ഓട്ടോമാറ്റിക്കലി. ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ നമ്മുടെ ഫയൽ വഴി ഞാനിപ്പോൾ ജസ്റ്റ് MT യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ മുമ്പ് എക്സ്ട്രാക്ട് ചെയ്ത ഫയലാണിത്. അപ്പോൾ ഇതിപ്പോൾ MT മാനേജർ വഴി തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ MT വേണേൽ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫയൽ ഓപ്പൺ ആക്കാം. ശേഷം ഇതിൽ server.js എന്നും പറഞ്ഞൊരു ഫയൽ കാണും, അത് ഓപ്പൺ ആക്കാം. അതിൽ കോൺസ്റ്റ് ടോക്കൺ എന്നും പറഞ്ഞൊരു ടോക്കൺ കാണും. ഓക്കെ, കണ്ട. അപ്പോൾ ഈ ഒരു ടോക്കൺ ജസ്റ്റ് ഇവിടുന്ന് ആ ഒരു 8 തൊട്ട് അതായത് അവിടെ തൊട്ട് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ജസ്റ്റ് അത് നിങ്ങൾ അവിടെ നിന്ന് കോപ്പി ചെയ്ത് അതായത് ഈ 2 അപ്പുറം ഇപ്പുറമുള്ള ഇൻവെർട്ടഡ് കോമ അവിടെ തന്നെ ഇട്ടിട്ട് ബാക്കി അതിൻ്റെ ഇടയ്ക്കോട്ട് ഈ ഒരു കോഡ് പേസ്റ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കോപ്പി ചെയ്ത കോഡാണിത്. ശേഷം നിങ്ങൾ ചെയ്യേണ്ട വീണ്ടും ടെലിഗ്രാമിൽ പോവുക. ശേഷം ഇവിടെ നിന്ന് സെർച്ച് ചെയ്യുക യൂസർ ഇൻഫോ ബോട്ട്. ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് കണ്ട ഇവിടെ ആദ്യം തന്നെ ഒരു ID വരും. ഗൈസ് ഇതല്ല ഇത് ഏറ്റവും മേളിൽ വന്നിങ്ങനെ കണ്ടാണ്ട് ഇത് ഈ ഒരു മനുഷ്യൻ്റെ പടത്തിൻ്റെ തലയുടെ അവിടെ ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുള്ള ഇതാണ് യൂസർ ഇൻഫോ ബോട്ട്. ഇതിൻ്റെ അവിടെ പോയിട്ട് നമ്മളിവിടെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കമാൻഡ് കാണാം, അത് ജസ്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ID വരും. അപ്പോൾ ഇതാണ് എൻ്റെ ID ഇതാണ്. അപ്പോൾ ഈ ID ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക, ഞെക്കി പിടിച്ചിട്ട് കോപ്പി എടുത്താൽ മതി. ശേഷം ഇതെടുത്ത് ഇവിടെ കൊണ്ടുവന്ന ശേഷം കോൺസ്റ്റ് ചാറ്റ് ID എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതെടുത്ത് ഇതിനകത്തോട് കൊണ്ട് പേസ്റ്റ് അടിച്ച് കൊടുക്കുക. ഓക്കെ, പേസ്റ്റ് ആക്കിയ ശേഷം ഇവിടെ തന്നെ സേവ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ചാൽ സേവ് ചെയ്യാം. ഞാനിപ്പോൾ MT ചെയ്യുന്നതേ ഉള്ളൂ. സേവ് ചെയ്ത് ബാക്ക് അടിക്കാം. അപ്പോൾ ഇങ്ങനെ server.js bake എന്ന് പറഞ്ഞിട്ട് ഒരു .bake എന്ന് പറഞ്ഞിട്ട് സാധനം വരും. ഞാൻ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക, കാരണം നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫയർഫോക്സ് നമ്മൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ഓപ്പൺ ആക്കി എടുക്കുക. അപ്പോൾ ഫയർഫോക്സ് ജസ്റ്റ് ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മേളിൽ കാണാൻ കഴിയും ഇവിടെ ഇങ്ങനൊരു സാധനം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഇല്ല എന്നുണ്ട്. ചിലവർക്ക് ചിലപ്പോൾ ഇങ്ങനൊരു ഇങ്ങനെ വരും, ഇങ്ങനെ മാത്രമേ കാണത്തുള്ളൂ, വേറെ ഒന്നും ഓപ്പണായി കാണത്തില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ടോപ്പിൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ കണ്ട ചെറിയൊരു സിമ്പിൾ കാണും. അപ്പോൾ ഈ ഒരു സിമ്പിൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ട ഇവിടെ ഇങ്ങനെ കുറേ സാധനം കാണും. അപ്പോൾ ഈ ഒരു ഇതിൽ പബ്ലിക് എന്നുള്ള ആദ്യം തന്നെ ആ ഒരു സാധനത്തേക്ക് നിൽക്കുക. ശേഷം ഇവിടെ 3 ഡോട്ടിൽ ഡിലീറ്റ് കൊടുക്കുക. ഇവിടെയാണ് ഈ ഒരു 3 ഞാൻ ഞെക്കിയത്, ഒരു 3 അതിൽ ഡിലീറ്റ് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. എന്നിട്ട് SRC എന്നുള്ളത് ഡിലീറ്റ് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. പിന്നെ ഇതെല്ലാം കണ്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഫയൽസ് എല്ലാം ജസ്റ്റ് ആണ് server. ഇതിൽ ഓൾറെഡി server.js ഒക്കെ ഉണ്ട്, അതെല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇല്ലെന്നുണ്ടെങ്കിൽ സാധനം കറക്റ്റ് വർക്ക് ആവുന്നില്ല. അപ്പോൾ നമ്മുടെ ഇതിൽ കിടക്കണ എല്ലാ ഫയലും എത്ര ഫയലുണ്ടോ അതെല്ലാം ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക. 3 ഡോട്ട് കൊടുക്കുക, ഡിലീറ്റ് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇവിടെ ഫയൽസ് എന്നും പറഞ്ഞ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ. അപ്പോൾ ആ പ്ലസ് ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപ്ലോഡ് ഫയൽ കൊടുക്കുക. അപ്ലോഡ് ഫയൽ ഫസ്റ്റ് കൊടുക്കുക. ഫസ്റ്റ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ വന്നില്ലെന്ന് വരും, ചിലപ്പം അന്നേരം ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ. അപ്പോൾ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആ ഒരു ഫയൽ ഓപ്പൺ ആക്കിയ ശേഷം ജസ്റ്റ് ഫസ്റ്റ് server.js ഒന്ന് സെലക്ട് കൊടുക്കുക. ഇവിടെ എനിക്ക് പിടിച്ചിട്ട് ഇവിടെ സെലക്ട് കൊടുക്കുക. അപ്പോൾ ഇത് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്, ഒന്നുകൂടെ പ്ലസ് ബട്ടൺ ഞെക്കുക. എന്നിട്ട് അപ്പം വീണ്ടും അപ്ലോഡ് ഫയൽ കൊടുക്കുക. അപ്പോൾ ഇത് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കണ്ടോ പെട്ടെന്ന് വരണമെന്നില്ല, ചിലപ്പോൾ ഇഷ്യൂസൊക്കെ വരാം. എനിക്ക് പല ടൈമിൽ ഇഷ്യൂസ് വരാറുള്ളതാണ്. package.json സെലക്ട് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ കണ്ടോ ഇപ്പോൾ തന്നെ കണ്ടോ എൻ്റെ package.json ഞാൻ ആഡ് ചെയ്തിട്ട് അവിടെ വന്നിട്ടില്ല. അപ്പോൾ തന്നെ നമ്മൾ വീണ്ടും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും ഒന്നുകൂടെ ആഡ് കൊടുക്കുക, അപ്ലോഡ് ഫയൽ കൊടുക്കുക, package.json സെലക്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ 2 തവണ ചെയ്യാമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വന്നോളും. അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് സെറ്റായി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ
ഈ ഒരു സാധനം ജസ്റ്റ് ഒന്ന് ഫോക്കസ് കുറച്ചിട്ട് താഴത്തോട് സ്ക്രോൾ ചെയ്യുക. ഏറ്റവും താഴെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ പ്രിവ്യൂ എന്നും പറഞ്ഞ താഴത്ത്, ഓക്കെ അത് താഴോട്ട് പോയിട്ടുണ്ട് ഗൈസ്. ഓക്കെ കണ്ടെത്തണ്ട, ഏറ്റവും താഴെ പ്രിവ്യൂ എന്നും പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇത് വരച്ച് കാണിക്കാൻ നോക്കുന്നില്ല ഗൈസ്. ഈ ഒരു സാധനം മൂവ് ആവുന്നില്ല. ഓക്കെ വെയിറ്റ് ഗൈസ്, നോക്കട്ടെ പറ്റുമോ. ഇവിടെ ഇങ്ങനെ ആയിട്ടൊരു സാധനമുണ്ട് പ്രിവ്യൂ എന്നും പറഞ്ഞിട്ട്. എന്താണ്ട് ഗൈസ് കണ്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഇങ്ങനെയാണ്. ഓക്കെ അപ്പം ആ ഒരു സാധനത്തിലാണ് ഫുള്ള് സാധനം. അപ്പം ഈ ഒരു ഇച്ചിരി നീക്കി വെക്കാം. കണ്ട ഏറ്റവും താഴെ സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ പ്രിവ്യൂ എന്നും ഗൈസ് ആണ്. ഓക്കെ ഇപ്പോൾ സെറ്റായി. അപ്പോൾ പ്രിവ്യൂ എന്നുള്ള ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കാണിക്കും ഓപ്പൺ ഇൻ എ ന്യൂ വിൻഡോ. അത് നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിയണ്ട, ജസ്റ്റ് ഒന്നുകൂടെ 2-3 തവണ ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് തന്നെത്താനെ ഇതിങ്ങനെ പോകുന്ന കാണും. ഓക്കെ അപ്പോൾ ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇതൊന്ന് റെഡി ആവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ കണ്ട ഇപ്പോൾ ഇങ്ങനെ എവറിത്തിങ് ഈസ് ഫൈൻ നൗ എഡിറ്റ് ദി APK SRC എന്ന് പറഞ്ഞ മേളിൽ വന്നുണ്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഈ താഴത്തെ ഈ ഒരു ലിങ്ക് ഉണ്ടല്ലോ, താഴെ കൊടുത്ത ലിങ്ക്, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ലിങ്ക് കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുകയോ കോപ്പി ചെയ്യുകയോ എന്തോ വെച്ച് ചെയ്യാം. ഇത് ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നേരെ ഇനി നമുക്ക് ഫയർഫോക്സ് കളയാൻ വേണ്ട, കുഴപ്പമില്ല. നമ്മൾ ഈ ഒരു ഇതിനകത്ത് തന്നെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ കൊടുക്കുക. പക്ഷേ ഇതിൽ അസറ്റ്സ് എന്നും പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്, അതെടുക്കുക. ഇതെല്ലാം MT മാനേജർ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ അപ്പോൾ MTയുടെ ലിങ്ക് MT ഞാൻ താഴെ തന്നെ കൊടുത്തേക്കാം. പിന്നെ നമ്മൾ ഇതിനകത്ത് key.json എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്, അത് ഓപ്പൺ ആക്കാം. ശേഷം ഇതിൽ ഏറ്റവും മേളിൽ കണ്ട ഹോസ്റ്റ് എന്നും പറഞ്ഞിട്ട് ആ ഹോസ്റ്റിൻ്റെ അവിടെ ഈ സാധനം കൊടുക്കുക. ഓക്കെ ജസ്റ്റ് കൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഇത് കൊടുക്കുക. ഇത് കൊടുത്തിട്ട് അത് കൊടുക്കുക. എന്നിട്ട് അവസാനത്തെ സ്ലാഷ് ഒരു 3 എണ്ണം കൊണ്ടുവരിക. ഓക്കെ $.com അതുകൊണ്ട് തന്നെ വേണം. അവസാനം ഒരു 3 സ്ലാഷ്. ശേഷം ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഈ ലിങ്കിൽ തന്നെ നിങ്ങൾ കണ്ട ഈ HTTPS കഴിഞ്ഞ് 2 സ്ലാഷ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സാധനം അതെടുക്കുക. അതായത് ഈ ഒരു ഇവിടം തൊട്ട് ഈ ഒരു ഗ്ലിച്ച് മീ വരെ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. എന്നിട്ട് ഇതെടുത്ത് ഇതിൻ്റെ താഴെയുള്ള ഈ ഒരു ഇതാക്കി കൊടുക്കുക. ഓക്കെ അതാക്കി കൊടുത്ത ശേഷം സേവ് അടിക്കുക. ഇവിടെ നമുക്ക് സേവ് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് സേവ് അടിക്കുക, എന്നിട്ട് ബാക്ക് അടിക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സാധനം വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓട്ടോ സൈൻ നിന്ന് കാണാം, അത് ഓണാക്കി ഇടുക. ഓണാക്കിയിട്ട ശേഷം നിങ്ങൾ ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഈ ആപ്പ് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇൻസ്റ്റാളെന്ന് കാണിക്കും. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ടെലിഗ്രാം ബോട്ട് സെറ്റായി വന്ന്. ഇനി നമ്മൾ നേരെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ടെലിഗ്രാം ഓപ്പൺ ആക്കാം. ഓക്കെ അപ്പോൾ അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടെലിഗ്രാം ഓപ്പൺ ആക്കിയ ശേഷം നമ്മുടെ ആ ഒരു ബോട്ട് ക്രിയേറ്റ് ചെയ്തെടുത്ത് നമുക്ക് ചെല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കണ്ട നമ്മുടെ എബ്രാം ബോട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ മേളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് എന്നുണ്ട്, സ്റ്റാർട്ട് കൊടുത്തു. അപ്പോൾ തിരിച്ച് ഗൈസ് കമാൻഡ് വന്നുണ്ടോ വെൽക്കം എന്നും പറഞ്ഞ് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ട് വർക്കിംഗ് ആണ്. അപ്പോൾ ഇനി നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഇടുക. അപ്പോൾ പഴയ ആപ്പ് തന്നെ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് എനിക്ക് പെർമിഷൻ ഒന്നും ചോദിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ആദ്യം തൊട്ട് പെർമിഷൻ എല്ലാം ചോദിച്ചേനെ. അപ്പോൾ ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ കണ്ടോ എൻ്റെ ഡിവൈസിൽ ഫുൾ സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടെങ്കിൽ 1 ഓൺലൈൻ കഴിഞ്ഞിട്ട് കണ്ടോ. അപ്പോൾ ഗൈസ് ഇത്രേ സാധനമേ ഉള്ളൂ. പിന്നെയും ഗൈസ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, ഈ ഒരു സാധനം ഞാൻ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് വെച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും കൊണസ്റ്റ് പരിപാടി കാണിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒപ്പിച്ച് വെക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനോ എൻ്റെ ചാനലോ ഉത്തരവാദിയായിരിക്കുന്നതല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ പിന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. ഓക്കെ നമുക്ക് ഇതിന് അത്യാവശ്യം റീച്ച് കയറുന്നുണ്ട് എങ്കിൽ നമ്മളിനി ഇതേപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ടെർമക്സ് ബേസ്ഡ് വീഡിയോസ് വിടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് അത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണാം ഗൈസ്, ബൈ.